നമ്മൾ തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. അപ്പോൾ ടൗണിൽ കുറേ ദിവസം ഇങ്ങനെ കറങ്ങണേ. ആദ്യം വന്നപ്പോൾ ഈ മെയിൻ റോഡിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിഞ്ഞ് മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ ഓരോ പുറം ഭാഗങ്ങളില്ലേ അതൊക്കെ ഒന്ന് കവർ ചെയ്യാന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ വണ്ടി എന്താ പറയുക, ഇങ്ങനെ ടൗണിൽ കറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ആൾക്കാരിങ്ങനെ ക്യാച്ച് ചെയ്യുക. പിന്നെ നമ്മളെന്താ പറയുക, നമ്മൾ ആ നാട്ടിൽ പോയിട്ട് ഓലെ കുറിച്ച് പഠിക്കുക, ഓലെ കുറിച്ച് മനസ്സിലാക്കുക, അവിടെ എന്തെങ്കിലും സാധ്യതകളുണ്ട് പറയുക, അതൊക്കെയല്ലേ നമ്മളെ ലക്ഷ്യം. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഈ വണ്ടി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഓൽക്കൊരു ആകാംക്ഷയാണ്. ആ ആകാംക്ഷയിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ചോദ്യം ചെയ്യാനും വന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇനി സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. ഇപ്പോൾ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി യൂട്യൂബിൻ്റെ ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ലേറ്റായിട്ട് വണ്ടി അപ്ലൈ ചെയ്ത് കണ്ടുള്ള പരിപാടിയൊക്കെയാണ്. അതേപോലെ ഓൾ ഇന്ത്യ ട്രാവലിംഗ് ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. നമ്മളാരും നോട്ട് ചെയ്യാനും ക്യാച്ച് ചെയ്യാനും പാടില്ല. എങ്കിലേ നമുക്ക് പോലെ ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ വലിയ വലിയ ബേക്കറികളൊക്കെ നമുക്കിവിടെ കാണാം. ബേക്കറി, ഹോട്ടൽ, കൂൾബാർ, ഡ്രസ്സിൻ്റെ മേഖല, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ നല്ല സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കൂടുതലും അതിനെപ്പറ്റി സംസാരിക്കണം എന്താ വെച്ചാൽ ആ ഒരു മേഖലയായിരുന്നു എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയെ പറ്റി എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഡ്രസ്സിൻ്റെ മേഖല ഇല്ല. ഡ്രസ്സിൻ്റെ മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ കയറ്റി വരുന്നതെങ്കിലും ഇവിടെ ഫാഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കുറവാണെന്നുള്ളതാണ്. ഇതാണ് ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസ് തിരുപ്പതി. ഇങ്ങനെ മുന്നിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്തുമാത്രം അപ്ഡേറ്റ് ആയിട്ടുള്ള വീടുകൾ, ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഒരു ടൗണിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളർന്നുകളെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ വളർച്ച കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത് എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇത് കടപ്പ എന്ന് പറയുന്ന പ്രദേശത്തേക്കും അതുപോലെ ചെന്നൈ എന്ന് പറയുന്ന പ്രദേശത്തേക്കൊക്കെ പോകുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയോട് അടുത്തിട്ടേ ഉള്ളൂ, 10:30 ആയിട്ടുള്ളൂ. ഇവിടെ ചൂട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. പക്ഷേ നമ്മളെ വണ്ടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വരുന്ന റോഡാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരുന്നത്. അവിടെ ഇങ്ങനെ ആയിട്ട് നല്ല വലിയ ഹൈടെക് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപാടും ഇതുപോലത്തെ കാഴ്ചകളാണ്. ഇവിടെ ഇങ്ങനെ ഒരു തടാകം കാണാൻ സാധിക്കും. വെള്ളക്കെട്ടാണ് കേട്ടോ, മഴവെള്ളം കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള കെട്ടാണ്, ഒലിച്ചു പോകുന്ന സംവിധാനമല്ല. പിന്നെ ആ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ തിരുപ്പതിയുടെ ഒരു മനോഹരിതമായിട്ടുള്ള ആ മലനിരകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഓളത്തിൽ കിടക്കുന്നതായിട്ട്. പിന്നെ അവിടെ ഇങ്ങനെ ആയിട്ടാണ് വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ വലിയ അടാറൊരു വാട്ടർ ടാങ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് കുറേ ഗവൺമെൻറ് ഫ്ലാറ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്കും റെൻറ്റിനൊക്കെ കിട്ടുന്ന അറിഞ്ഞ് കേട്ടിട്ടുണ്ട്. മഞ്ഞ വൈറ്റ് നിറത്തിലുള്ളൊരു കോമ്പിനേഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ഫ്ലാറ്റുകൾ മനോഹരമായിട്ടാണ് അതിൻ്റെ ആ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് നമുക്കും വാടകയ്ക്ക് കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മന്ത്ലി റെൻറ്റിനൊക്കെ. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഒരുപാടാണ്, കണ്ണെത്താ ദൂരം. ഇങ്ങനെ നോക്കിട്ടോ നിങ്ങൾ, ആ ഒരു ഏരിയയിൽ എങ്ങനെ ആ തല വരെ ഉണ്ട്. പിന്നെ ഈ ഇവിടെ ഉണ്ട്, ഈ ഒരു ഏരിയയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് ഫ്ലാറ്റുകളാണ്. എന്താല്ലേ അപ്ഡേറ്റ് പറഞ്ഞാൽ അതൊക്കെ അല്ലേ. അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണെത്താ ദൂരം രണ്ട് സൈഡിലും. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു എൻട്രൻസ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയ കയറണം. പിന്നെ ഈ ഒരു ഏരിയയിലായിട്ട് കുറേ ഒരുപാട് വാഹനങ്ങളുടെ സർവീസ് സ്റ്റേഷനുകൾ കാര്യങ്ങൾ, ഷോറൂമുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ റൂട്ടിൽ. അടിപൊളിയാണ്. എങ്ങാനും വണ്ടികളെ നിൽക്കാൻ നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കിൻ്റെ ഷോറൂമാണ് നെക്സയുടെ സർവീസ് സെൻറ്റർ. റോഡ് പണിയൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല പൊടിപടലങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. റോഡ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. ഇവരെ വിചാരം ആ ഒരു കട്ടിക്ക് ഇട്ടല്ലേ, ചെറിയ കട്ടിക്ക്, അത് മറ്റേ ബൈക്കിന് പോകാനുള്ളതാണെന്നാണ് വിചാരം. അതിൽക്കൂടെയാണ് എല്ലാ ബൈക്കുകാരും ഇങ്ങനെ പോവുക. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് പോകണത് കാണാം. നമ്മൾ പോകണ സ്പീഡിലേ, നമ്മൾ പോകണ ട്രാക്ക് തന്നെ സ്പീഡ് കുറച്ച് പോകാനുള്ള ട്രാക്കല്ലേ. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന നോക്കാണ് വണ്ടി. എന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ കുത്തിതിരിക്കുക വരുന്നത്? അപ്പുറത്ത് കൂടിയാണ് പോയാൽ പോരെ. കുറച്ച് ടൈം വൈകിയാലും ബുദ്ധിമുട്ടില്ലല്ലോ. നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഈ ഏരിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ. ഇവിടെയാണ് ഞാൻ ആദ്യം ഒരു സർവീസിന് വേണ്ടിയിട്ട് വന്നത്. പക്ഷേ ഇവിടെ വണ്ടികളെ കൊണ്ട് ചാകരയാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഇവിടുന്ന് സർവീസ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിർത്തി പോയി. അങ്ങനെയാണ് മറ്റേ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നില്ലേ, അവിടെ കൊണ്ടുപോയിട്ട്.
ഈ ഒരു ഷോറൂമിലേന്ന്. ഇവിടെ എന്താ പറയുക, ചൊറല്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കേ. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഈ എഡ്യൂക്കേഷൻ്റെ കുറവായിട്ടുള്ള ഒരു ആളുകളില്ലേ, പണ്ടത്തെ ആ ഒരു റൗഡീസും കാര്യം അങ്ങനത്തെ ഒരു രീതി മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ പൈസ ഉണ്ടെങ്കിൽ. എന്നാലും നമുക്കിവിടെ പൈസ ഉണ്ടാക്കാം, വല്ലാതെ ചൊറയായിട്ടൊന്നും വരില്ല. ഇവിടെ പൈസ ഉള്ളവനെ ആദരിക്കുക, ബഹുമാനിക്കുക, അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു MG ഒരു ഷോറൂം കേട്ടോ. പിന്നെ വാഹനങ്ങളൊക്കെ നിൽക്കണ നോക്കുകയാണെങ്കിൽ അവിടെ പറമ്പിൽ എന്താല്ലേ, ഇതൊക്കെ അല്ലേ അപ്ഡേറ്റ്. മെയിൻ റോഡാണ്. ടൗണിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും മെയിൻ റോഡ് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ആകുമ്പോൾ വണ്ടികൾ ഇറക്കാനും കയറ്റാനും ഇതിനൊക്കെ സൗകര്യമാണല്ലോ. ഇപ്പോൾ ടൗണിൻ്റെ ഏകദേശം സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാ ഈ ഒരു ഏരിയയിൽ. തിരുപ്പതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൗണിൻ്റെ സുവിശേഷത കഴിഞ്ഞ് ഇനി അതുകൊണ്ട് വേറെ ടൗണിലേക്ക് മാറുന്ന ഏരിയയാണ്. എത്ര ശാസ്ത്രീയകരമായിട്ടാണ് ഇവർ ഈ ഒരു ടൗണിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്. മനോഹരമായിട്ടുണ്ട്. ആ പാലൊക്കെ ഉണ്ടല്ലോ, ടോപ്പാണ് പൊന്നോ. ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് ആ പാലെങ്കിലും കണ്ടു പോകണമെന്നേ ഞാൻ പറയുള്ളൂ. പണികളൊക്കെ തന്നെ വളരെ പുരോഗമന രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് നാലുവരിപ്പാതിൻ്റെ ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ ഗവൺമെൻറ് എന്നുള്ളതിന് തെളിവാണ് ഈ റോഡ്, മറ്റേത് മറിച്ചത്, ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ. ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെയാണ് ആ ഒരു നാടിന് നമ്മൾ വിലയിരുത്തുക. അതിവിടെ പെർഫെക്റ്റ് ഓക്കെയാണെന്നുള്ളതിന് ഒരു സംശയം വേണ്ട കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 6 വരിപ്പാത വരുമ്പോൾ ഭയങ്കര പൊങ്കാലല്ലേ. ഇവിടെയൊക്കെ കണ്ടാണ് എന്നോ ഈ ഒരു 6 വരിപ്പാത മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കുറച്ച് പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പാലത്തിൻ്റെ പണി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത് ഇവിടെ എന്താ പറയുക, ചൊറല്ല എന്നുള്ളതാണ്. ഒരാളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കൂല എന്നുള്ളതാണ്. മറ്റേ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഐഡിയ എങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അവനെ കെട്ടും പൂട്ടിപ്പിച്ചിട്ട് പറഞ്ഞയക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുക. ഇവിടെയൊക്കെ അതുകൊണ്ടാണ് പല കമ്പനികളും ഇങ്ങനെ പൊന്തിക്കാണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. മലയാളികളുടെ കമ്പനികളാണ് ഒരുപാട് കാണാൻ സാധിക്കുന്നത്. പല ജാതി, പല വിധത്തിൽ, പല പ്രൊഡക്ഷൻ യൂണിറ്റുകൾ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയ്ക്ക് നമ്മളുടെ എത്തി. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 4 കൂടിയ ജംഗ്ഷന്, അല്ല 3 കൂടിയ ജംഗ്ഷൻ കേട്ടോ, സോറി. അവിടെ അങ്ങനെ ആയിട്ട് നമുക്ക് പഴമയിലുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് കാണാം. ഇവിടെ ഇങ്ങനെ ക്ഷേത്രം കാണാം. ക്ഷേത്രങ്ങളാണ് കേട്ടോ കൂടുതലും ഈ ഒരു ഏരിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരു ക്ഷേത്ര നഗരി എന്നാണ് തിരുപ്പതിയെ വിശേഷിപ്പിക്കുന്നത്. കൊള്ളാം. എന്തായാലും അപ്ഡേറ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ പക്കയാണ്. ജനങ്ങളുടെ സ്വഭാവ സവിശേഷത ഒക്കെ അടിപൊളിയാണ്. വളരെ ആറ്റിറ്റ്യൂഡായിട്ടുള്ള ആളുകളെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് വീടുകളൊക്കെ കാണട്ടെ നമുക്ക്. നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള വീടുകളാണ്ട് നോക്കുകയാണെങ്കിൽ നീണ്ടിട്ട് 2 നിലയിലുള്ള നീളം വീട് ബാക്കിക്ക് നിന്നും ഈ ഒരു മെയിൻ റോഡിലേക്ക് ഒരു പാലം ഇങ്ങനെ പൊന്തുന്ന ഒരു കാഴ്ചനെ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഈ ഒരു പോക്കറ്റ് റോഡിലൂടെ ഇങ്ങനെ പോയിട്ട് ആ ഒരു പാലത്തിൻ്റെ അടിഭാഗം കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഏതെങ്കിലും ടൗൺ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പടവുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്ലാബുകളെ പോലെയുള്ള കട്ടകൾ വെച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു കട്ടകളുടെ ആ ഒരു രൂപരേഖ, അതേപോലെ ആ ഒരു ഡെക്കറേഷന് വേറെ തന്നെ ഒരു വൈവിധ്യം ഉണർത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ റെനിഗുണ്ട എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് 4 കിലോമീറ്റർ എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കൊള്ളാം. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു പ്രദേശം. ഇവിടെ ഇങ്ങനെ ഒരു പാലം വരുന്നുണ്ട്. ഈ ഒരു പാലം വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പൊന്തിച്ചതാണ് കേട്ടോ. ഈ ഒരു ചെറിയ പാലത്തിന് വേണ്ടിയിട്ട് പൊന്തിച്ചതാണ് അവിടെ. റോഡുകളുടെ ആ ഒരു വലിപ്പം വീതിയൊക്കെ നോക്കാം നിങ്ങൾ. എന്താ പറയുക, ഇപ്പം ഇത് ചെയ്തു വെച്ചാൽ ഭാവിയിൽ ഇത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവരൊക്കെ മെയിൻ സെറ്റ്. ഭാവിയിൽ ഇവിടെയൊക്കെ വീടുകൾ, ബിൽഡിങ്ങുകൾ, കാര്യങ്ങൾ, ജനങ്ങൾ, കൂട്ടങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും നിർമ്മിക്കൽ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മേലെ കൂടെയൊക്കെ പാലം വിടും കേട്ടോ. ഇവിടെയൊക്കെ പാലം എന്തായാലും പൊന്തും ഭാവിയിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പാലത്തിന്മേലെ മേലെ പാലം വരേണ്ട സമയമായി. ഇപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിലേക്ക് ഡയറക്റ്റായിട്ട് പാലട്. ബസ് ബ്ലോക്ക് പെടൂല, ബുദ്ധിമുട്ടുകളില്ല, ഒരു ചൊറയില്ല, യജാതി ഫെസിലിറ്റീസ് വെച്ചിട്ടാ. ഈ റെനിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 3 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് ഇനി ഈ ഒരു തിരുപ്പതി ടൗണിലേക്ക് കയറട്ടോ.
ഇവിടെ കണ്ടാൽ വലിയൊരു ബോർഡിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കണേ. ഇവിടെ ഇങ്ങനെ വലിയൊരു ജംഗ്ഷനാണ് വരുന്നത്. നമുക്ക് ഈ റെനിഗുണ്ട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോവാം. ആ ഒരു ഏരിയയിൽ റോഡിൻ്റെ വീതിയും വലിപ്പവും വിസ്തീർണം ഒന്ന് നോക്കാം നിങ്ങൾ. ഇതാ കടപ്പ എന്നുള്ള റോട്ടിലേക്കുള്ള ജംഗ്ഷന് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ ലജ്ജാതി ലുക്കാണ് വെച്ചിട്ടാ. വലിയ വലിയ ഫാക്ടറികൾ, കാര്യങ്ങൾ, കമ്പനികൾ, വാഹനങ്ങൾ, 1000-ൽ പരം വാഹനങ്ങളുള്ള ആളുകൾ വരെ ഇവിടെ ഉണ്ട്. അതും കേരളക്കാർ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവരുടെയൊക്കെ വളർച്ച എവിടേക്ക് എത്തി എന്നുള്ളത്. ഇതുപോലത്തെ വാഹനങ്ങൾ കേട്ടോ. ഈ സിമെൻറ്റിൻ്റെ സംഭവമല്ലേ, കോറ് എന്നാണ് പോലെ കമ്പനീൻ്റെ പേര്. അതൊരു കാലിക്കറ്റുകാരൻ്റെ ഒരു സ്ഥാപനമാണ്. വലിയ വലിയ കമ്പനികൾ. എന്നിട്ട് നോക്കാൻ നിങ്ങൾ എച്ചാതി ലുക്കാണെന്നുള്ളത്. ഇവിടെ എന്തോ വലിയൊരു സ്ഥാപനമുണ്ട്. കോളേജാണ് കേട്ടോ, നാരായണ കോളേജ്. ഈ ഒരു കമ്പനീൻ്റെ ഔട്ടർ ലുക്ക് നോക്കുകയാണെ. അതങ്ങനെ ഒരു ജംഗ്ഷനാണ്. ആ സംസം എന്ന് പറയുന്നത് ഒരു മലയാളികളുടെ കടയാണ്. ആ റോട്ടിന് പോയി കഴിഞ്ഞാൽ കടപ്പ, ഈ റോട്ടിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരുപ്പതി ജംഗ്ഷൻ കിട്ടും. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കട കാണാൻ സാധിക്കുന്നുണ്ട്. ആ ரைட் சைடு வந்து சித்தூர் போவோம், சித்தூர் திருத்தணி யாழ்ப்பாணம் போவோம். அந்த சர்க்கிள் இந்த லெஃப்ட். இது கடை அല്ലേ, ரெஸ்டாரண்ட் இல்ல? ஆ ரெஸ்டாரண்ட். உங்க பேரு? எத்திராஜ். இப்போ கேரளா வந்திருக்கா? கேரளா கொஞ்சம் வந்திருக்கோம். எப்போ ரேர் சின்ன பேர். ஆனா எல்லாம் தெரியும். പാലക്കാട്, കോഴിക്കോട് ഊർ പേരിൽ എല്ലാം தெரியும். ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾ കേട്ടോ. നല്ല സംസാരിക്കണമൊക്കെ ഉണ്ട്. ചെറിയൊരു കട, എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് കണ്ടല്ലേ, അടിപൊളി. ചായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിനാടി ചായ, ഇറാനി ചായ, ഹൈദരാബാദ് ചായ. അപ്പം എന്നാ ഒരു ഹൈദരാബാദ് ചായ കൊടുങ്ങ. ഇത് വേണ്ട, ഒരു ഹൈദരാബാദ് ചായ കൊടുങ്ങ. ടേസ്റ്റ് പാക്കണം. ഇങ്ങനെ ഒരു സംവിധാനം കേട്ടോ. ഹൈദരാബാദ് ചായ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സംസം ഇത് ഒന്നാ. ഓ അടിപൊളി അടിപൊളി. ഇറാനി ചായ ആണ് ഇവിടെ കേട്ടോ. ഹൈദരാബാദ് ചായ എന്നൊക്കെ പറയും. ചെറിയൊരു ഷോപ്പ്, എല്ലാം ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ള. ഇതില് തണ്ണി, ഇതില് ദം. ആ ഇത് പാല് അല്ലേ? ടിക്കാസ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ക്ലാസ്, അടിപൊളി. ഇതിലാണ് ഇഷ്ട ചായ. നല്ല കട്ടി ഉണ്ടാവും അല്ലേ? കേരള ചായ ഡിഫറെന്റ്. ആ രസമുണ്ട് രസമുണ്ട്. ഇവിടെ എങ്ങനെ ഇരുന്നപ്പോൾ ഒരു വണ്ടി വരുന്ന നോക്കാണ്, എണ്ണ അടിച്ച് കണ്ട് ഏതാ സാധനം. ലജ്ജാതി ലുക്കിലെ എന്തോ സംഭവം, എന്തോ പരിപാടിയാണ് അതിൽ ചെയ്യണേ. പിന്നെ അവിടെ ഇങ്ങനെ മരുന്നിൻ്റെ ഒക്കെ കട ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ വലയൊക്കെ വിൽക്കുന്ന ഒരു കട. നല്ലൊരു തണലുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ആ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു HP പമ്പ്. കൊള്ളാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ. ഏകദേശം ഒരു 30-50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പ്രദേശം. 12 രൂപ ഉള്ളൂ ചായക്ക്. നല്ല കട്ടിയുള്ള ചായ.